അസ്സലാമലൈക്കും നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത്. അതിനിപ്പോൾ LDF സർക്കാരോ അല്ലെങ്കിൽ UDF സർക്കാരോ ഏതെങ്കിലും സർക്കാരാക്കാരം ഏതെങ്കിലും പാർട്ടിയാക്കാരം അധികാരം ഏൽക്കുക, അത് ഉറപ്പാണ്. അപ്പോൾ ഈ അവസരത്തിൽ എൻ്റെ നാട്ടുകാരായ എന്നുവെച്ചാൽ എൻ്റെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ തൂര് പഞ്ചായത്തിൻ്റെ 8ാം വാർഡിലെ കിളിക്കുന്നിലെ എൻ്റെ നാട്ടുകാരും, അതേമാതിരി കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 1ാം വാർഡിലെ കൊയ്ത്തക്കുണ്ടിലെ എൻ്റെ നാട്ടുകാരും അറിയാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഈ കൊയ്ത്തക്കുണ്ടിൻ്റെയും ഈ കിളിക്കുന്നിൻ്റെയും ഇടയിൽ ഇപ്പോൾ ഒരു നമ്മുടെ പാലുണ്ടല്ലോ, അതിപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു അതിങ്ങനെ തകർന്ന് നിന്നിട്ട് ഒരു 80%. ഇതിനു വേണ്ടി നമ്മൾ ഈ 2 പഞ്ചായത്തിലും പോയി, അതേമാതിരി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പോയി പരാതിപ്പെട്ടു. നമ്മളെ MLA അനിൽകുമാർ സാറിന് പരാതിപ്പെട്ടു. അതുകൊണ്ടൊന്നും പരിഹാരമില്ലായിട്ട് മലപ്പുറം ജില്ലാ കളക്ടറെ ഞാൻ പോയി കണ്ടു. അതുകൊണ്ടും ഒരു പരിഹാരമില്ലായിട്ട് നമ്മളെല്ലാവരും പേര് എഴുതി ഒപ്പിട്ടുങ്ങാണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പോയിങ്ങാണ്ട് മന്ത്രിക്ക് നിവേദനം ഞാൻ കൊണ്ടേ കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവരൊക്കെ ജയിപ്പിച്ച് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടിയാണ് അല്ലേ? അതുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ സാർ നാളെ സാർ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഈ മാസത്തിൽ ഒരു 2 ആഴ്ച കൊണ്ട് എങ്ങനെയും മന്ത്രിസഭ രൂപീകരിക്കും. ഈ മന്ത്രിസഭ രൂപീകരിച്ച് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ മാസം ലാസ്റ്റ്, ഈ മെയ് മാസം ലാസ്റ്റ് ഞാൻ 2ാം വട്ടം ഒന്നും കൂടി ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിക്കാണ്ട് മുഖ്യമന്ത്രി നേരിട്ട് കാണും. മുഖ്യമന്ത്രി നേരിട്ട് കാണുക പറഞ്ഞാൽ ആദ്യമൊക്കെ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഗോളി നിൽക്കേണ്ടിയിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ കാണണമെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ അതിൻ്റെ കുഴപ്പമില്ല. കാരണം ഞാൻ ഇപ്പോൾ നാളെ പോയിട്ട് അവിടെ ഒരു സാറിനെ, അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ഒരു സാറിനെ ഞാൻ പരിചയപ്പെട്ടിരിക്കണ്. അപ്പോൾ ആ സാർ മുഖേന മുഖ്യമന്ത്രിനെ കാണാൻ എനിക്ക് പെട്ടെന്ന് അവസരം ഉണ്ടാവും. കേവലം മുഖ്യമന്ത്രിനെ കണ്ടുകാണ്ട് ഇങ്ങോട്ട് ഞാൻ പോരൂല. ഇതിനൊരു പരിഹാരം മുഖ്യമന്ത്രി ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോരുക. അല്ലെങ്കിൽ അതുവരെ ഞാൻ അവിടെ നിൽക്കും. കാരണം ഇപ്പോൾ പറഞ്ഞാൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ 1ാം വാർഡിലെ കൊയ്ത്തക്കുണ്ട് വാർഡ് LDFൻ്റെ കയ്യിലാണ്. അതേമാതിരി തൂര് പഞ്ചായത്തിൻ്റെ 8ാം വാർഡിലെ കിളിക്കുന്ന് UDFൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ 2 വാർഡും LDFൻ്റെ UDFൻ്റെ കയ്യിലായതുകൊണ്ട് ഇനിയും അവിടെ പാലത്തുമ്മക്ക് ഇതിൽ കാണുന്ന ഈ പാലത്തുമ്മക്ക് എന്ന് വെച്ചാൽ ഫണ്ട് പാസ്സാക്കാൻ ഇനിയും തന്നെ നാളുകൾ കുറേ നീങ്ങി പോകും. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫണ്ട് പാസ്സാക്കില്ല. എന്ന് വെച്ചാൽ ഈ 2 വാർഡും LDFൻ്റെ UDFൻ്റെ കയ്യിലായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ പോയിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതേമാതിരി വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കിളിക്കുന്നിൻ്റെയും കൊയ്ത്തക്കുണ്ടിൻ്റെയും ഗ്രൂപ്പിൽ ഞാനത് പറഞ്ഞു തരും അതിനെപ്പറ്റി അവിടെ പോയ വിശേഷം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.